പോഷ്കത്തരമാണ്. പുള്ളിക്കാരൻ അങ്ങനൊന്നും പോകുന്ന ആളെന്നാണ് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ വരട്ടാനോ കാശ് കൊടുക്കാനോ ഒന്നും പോകുന്നതുമില്ല, പോകാൻ താല്പര്യമില്ല. പല കള്ളത്തരങ്ങളും പലതും ഇന്ന് രാവിലത്തെ ഷോയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പലരും. ഫോക്കസുമാർ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഒന്നുമില്ല. ഈ നെഗറ്റീവ് മാത്രം എടുത്ത് തള്ളിക്കയറ്റി വിടുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തുകൊണ്ടാണ് ഈ റിവ്യൂവേഴ്സ് ഇത്ര അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഒരു ഉണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു കക്ഷി അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു, അതിൻ്റെ അവസാനം പറയുകയും ചെയ്തത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നതാണ്. പക്ഷേ ബാക്കിയുള്ള റിവ്യൂവേഴ്സ് ഇതുപോലെ പേഴ്സണൽ ഒപ്പീനിയൻ അവരെടുത്ത് പറയുന്നില്ല. അവർ പടത്തിനെ ഇട്ട് ആക്ഷേപിച്ച് ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. കുറേ പടങ്ങൾ ഇറങ്ങിയ ഒരുപാട് പടങ്ങൾ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. പ്രൊഡ്യൂസേഴ്സ് മാത്രമല്ല, ആക്ടേഴ്സ് ആണെങ്കിലും ക്രൂ ആണെങ്കിലും എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ പിടിക്കുന്നത്. ഒരുപാട് നാളത്തെ ഹാർഡ് വർക്കാണ്. അപ്പോൾ ഇത് തരം തഴഞ്ഞ് ഇങ്ങനെ റിവ്യൂവേഴ്സ് പറയുന്നത് ഭയങ്കര ഒരു മോശമായൊരു കാര്യമാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പടം പിടിക്കുന്നത്. അപ്പം നിങ്ങളാരും ഈ റിവ്യൂവേഴ്സിൻ്റെ ഒപ്പീനിയൻ കണ്ടിട്ടല്ല സിനിമ കണ്ടത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തണം. അല്ലാണ്ട് റിവ്യൂവേഴ്സ് പറയുന്നത് കേട്ടിട്ടല്ല പടം കാണേണ്ടത്. എൻ്റെ ശക്തമായ വിശ്വാസം അവർ ലോബിയാണെന്നാണ്. ഐ എം നോട്ട് റിയലി ഷുവർ, ബട്ട് ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു സേ. ഗോ വാച്ച് ദ ഫിലിം യുവർ സെൽഫ് ആൻഡ് ദെൻ ടെൽ യുവർ ഓണസ്റ്റ് ഒപ്പീനിയൻ ഓൺലൈൻ or wherever it is. Thank you. That is ഞാനൊക്കെ നല്ല കോൺഫിഡൻസ് ആയിരുന്നു സിനിമയിൽ. അപ്പോൾ അത് നിലനിർത്തിയിട്ടുണ്ടെന്ന് തന്നെയാണോ പറയുന്നത്? ഡെഫിനറ്റ്ലി. കാരണം ഈ പടം ഒട്ടും ഒരു മോശം പടമല്ല. ഇത് നല്ലോണം നല്ല സിറ്റുവേഷണൽ കോമഡീസ് ഒരുപാടുണ്ട്, കുറേ കോമ്പോസ് ഉണ്ട്, നല്ല രീതിയിൽ കോമഡി വരുന്ന രീതിയിൽ നല്ല ധ്യാനും ജീവയും ദിവ്യദർശൻ്റെ കോമ്പോസ് ആണെങ്കിലും പിഷാരടി പിന്നെ അജു വർഗീസിൻ്റെ കോമ്പോ ആണെങ്കിലും അവരൊരു ഗുഡ് കോപ്പ് ബാഡ് കോപ്പാണ് അതിനെ കളിക്കുന്നത്. ബട്ട് ദാറ്റ് നോൾ ഇസ് വെരി വെരി നൈസ്. നല്ല കോമഡിയാണ്. പ്രേക്ഷകരെല്ലാവരും ഭയങ്കര ഒരുപാട് ചിരിച്ചു. പല ഇൻസ്റ്റൻസസിലും ത്രൂ ഔട്ട് ദ ഫിലിം ചിരി ഉണ്ടായിരുന്നു. സിനിമയിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ പ്രേക്ഷകർ നല്ലോണം ചിരിക്കുന്നുണ്ടായിരുന്നു. അത് ഇവിടെ ഞാൻ കണ്ടു, രാവിലെ ഷോനും കണ്ടു. അപ്പോൾ നിങ്ങളാരും ഈ റിവ്യൂവേഴ്സ് പറയുന്നത് കേട്ടിട്ടല്ല സിനിമ കാണേണ്ടത്. നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പടം കണ്ട് നിങ്ങളാണ് ഈ പടം വിലയിരുത്തേണ്ടത്, ഏത് പടമാണെങ്കിലും. സോറി, നോ നോട്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ, അത് അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ പടം കണ്ടല്ലോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുക, അതിനുള്ള റിവ്യൂ ഇടുക. കള്ളപ്പണം എടുത്ത് പിന്നെ സിനിമ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ ഇന്നലെ ഞങ്ങളുടെ മീഡിയ ഇതിനകത്ത് സംസാരിച്ചിരുന്നു. മോനും ഉണ്ടായിരുന്നു അതിനകത്ത്. ഓക്കെ, ഇതിനകത്തൊക്കെ ഞങ്ങൾ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ പൈസയാണ്. നിങ്ങൾ റിവ്യൂ ചെയ്യുക, നിങ്ങൾ പടത്തെക്കുറിച്ച് ചിന്തിച്ച് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല അഭിപ്രായം തരുക. അല്ലാതെ കോക്കസുമാർ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഒന്നുമില്ല. ഒരു പലപ്പോഴും ധ്യാൻ ശ്രീനിവാസന്റെ പടം ഇറങ്ങുമ്പോൾ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ പേര് ചാർത്തി കൊടുത്തത് ഈ റിവ്യൂവറാണ്. അത് ഇന്നലെ പറഞ്ഞത് ഒരു പോഷ്കത്തരമാണ്. പുള്ളിക്കാരൻ അങ്ങനൊന്നും പോകുന്ന ആളെന്നാണ് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നിങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് കുറെ ധ്യാന ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നത് ശരിക്കും തോന്നുന്നുണ്ട്. കാരണം ധ്യാൻ ഇത്ര നാൾ പറഞ്ഞു, ഞാൻ ഇത്രയും പടങ്ങൾ ചെയ്തു, ഞാനിപ്പോൾ ഇത് ഈ പടം എന്തായാലും പൊട്ടില്ല എന്ന് ശ്രീകാന്ത് കെട്ടിയാറിന്റെ റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയാൻ പാടില്ല, ധ്യാനിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. We also feel that this film is a very good film. So you guys should go watch the film and then tell your honest opinion. പേഴ്സണലി ടാർഗറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പേഴ്സണലി അതെ, ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പലരും. അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്താൽ അങ്ങനെ അത് നമുക്ക് തോന്നുന്ന പേഴ്സണൽ, അഗൈൻ ഞാൻ പറയാം, പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നമ്മളോട് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ അടിച്ചേൽപ്പിച്ച് നമ്മുടെ അഭിപ്രായം ആളിനെ അടിച്ചേൽപ്പിക്കുകയല്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇത് ടാർഗറ്റഡ് ആണെന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ ശക്തമായ വിശ്വാസം. ഇപ്പോഴും എല്ലായിടത്തും നല്ല റിവ്യൂ തരുന്നുണ്ട്. ചിലരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ സിസ്റ്റം ഒന്നും അറിയില്ല. ഞങ്ങൾ NRIs എടുത്ത ഒരു മൂവിയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളുടെ ഒരു ഇതാണ് അല്ലേ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത രീതിയിലുള്ള റിവ്യൂ ഇട്. പടം നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, പടം നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തൂടെ? അതെ, ദാറ്റ്സ് വാട്ട് ഐ വാണ്ട്. ഇതാണ് വേണ്ടത്. ചിലരൊക്കെ നിങ്ങൾ ചോദിച്ചതുപോലെ ഓണസ്റ്റ് റിവ്യൂസ്, അതായത് നല്ല റിവ്യൂസും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അത് ആരും സോഷ്യൽ മീഡിയയിൽ അധികം ഷെയർ ചെയ്തിട്ടില്ല. ഡി ഗ്രൂപ്പിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി കഴിഞ്ഞാൽ കാണാം അത് എന്തൊക്കെ നല്ല റിവ്യൂസ് വന്നിട്ടുണ്ടെന്നുള്ളത്. ഈ നെഗറ്റീവ് മാത്രം എടുത്ത് തള്ളിക്കയറ്റി വിടുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ചെയ്യാൻ പാടില്ല. ചില മീഡിയാസൊക്കെ ചെയ്തവരെ ഞാൻ വിളിച്ച് സംസാരിച്ച് അവർക്ക് മനസ്സിലായി
പല കള്ളത്തരങ്ങളും പലതും ഇന്ന് രാവിലത്തെ ഷോയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവർക്കെതിരെ എന്തെങ്കിലും നിയമ നടപടി പോകുന്നുണ്ടോ? പോകണമെന്നുണ്ടെങ്കിൽ പോയിച്ചു, പക്ഷേ അതിനുള്ള സമയമൊന്നും നമുക്കില്ല. നമ്മളിവിടെ കിടന്ന് അല്ല, നിങ്ങൾ ഇത്രത്തെ കഷ്ടപ്പെട്ടെടുത്ത സിനിമ ഉറപ്പായിട്ടും അങ്ങനെ സ്ട്രോങ് ആയിട്ട് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിയമപ്രകാരം തന്നെ പോവാൻ. ഈ അശ്വിൻ കോക്ക് എന്ന് പറയുന്ന നെഗറ്റീവ് ഇട്ട ഒരു റിവ്യൂവർ ആ ഇട്ട റിവ്യൂ റിമൂവ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അത് ഞങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല. പുള്ളിക്ക് തന്നെ തോന്നി കാണുമായിരിക്കും. അല്ലാതെ ഞങ്ങൾ വരട്ടാനോ അല്ലെങ്കിൽ പിന്നെ കാശ് കൊടുക്കാനോ ഒന്നും പോകുന്നതുമില്ല, പോകാൻ താല്പര്യമില്ല. നമുക്ക് ആരോടും ഇത് ബാധിക്കുന്നതെല്ലാം ചെറിയ സിനിമകളെ, വലിയ സിനിമകളെ ഞങ്ങളുടെ ഈ ചെറിയ സിനിമയാണല്ലോ, ഞങ്ങൾ വലിയ പടം എടുത്തിട്ടുള്ള ആൾക്കാരുമാണ്. അപ്പൊ ഇങ്ങനെ ഈ ചെറിയ സിനിമകൾ ടാർഗറ്റ് ചെയ്യുന്നത്. ചെറിയ സിനിമയിൽ ചെറിയ ബഡ്ജറ്റിൽ കുറെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പുറത്തു കൊണ്ടുവരുന്ന ഒരുപാട് നാളത്തെ ഹാർഡ് വർക്കാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അത് ഇങ്ങനെ അത് അടിച്ചാക്ഷേപിക്കുന്നത് ഭയങ്കര മോശമാണ്. അത് ഇറ്റ് ഷുഡ് ചേഞ്ച്, ദി സിസ്റ്റം ഷുഡ് ചേഞ്ച് ഇസ് വാട്ട് ഐ ഫീൽ. ഓക്കെ. താങ്ക് യു സോ മച്ച്.